കഥകൊക്കെ പൂട്ടി പോവാണോ? പോവാ. എവിടെ പോവാ? ഞാൻ കട്ടപ്പന വരെ പോകാനായിട്ട് ഇറങ്ങിയതാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. നമുക്കൊരു LIC ഉണ്ട്, അത് അടയ്ക്കണം. പിന്നെ കുറച്ച് പർച്ചേസിങ് ഉണ്ട്. അതെല്ലാം കൂടെ ചെയ്യാനായിട്ട് പോവാ കേട്ടോ. രാവിലെ വേറൊരു വഴി വരെ പോയേക്കുമായിരുന്നു. വന്നപ്പോഴത്തേന് 1 മണിയായി. അതെ. അത് കഴിഞ്ഞപ്പോ എന്റെ സംഘം ഉണ്ടായിരുന്നു. സംഘത്തിന്റെ വാർഷികമായിരുന്നു ഇന്ന്. അന്നേരം അതിന്റെ സംഘം ഇന്ന് പിരിച്ച ദിവസമാണ്. അന്നേരം ഒരു ശകലം ചില്ലറയൊക്കെ കൈ കിട്ടി. അന്നേരം അതൊന്ന് പൊടിച്ചേക്കാന്നൊക്കെ ഓർത്തു. അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങൾക്കൊക്കെ വേണ്ടി തന്നെയാ കേട്ടോ. അന്നേരം മാളക്കുട്ടി പറഞ്ഞു നമുക്കെന്താ കട്ടപ്പനയിലൊന്ന് പോയാലോ എന്ന് ചോദിച്ചു. അന്നേരം പോകാന്ന് വെച്ചു. എന്നാ മഴയും വരുന്നുണ്ട്. എന്നാൽ നാളത്തേന് പോക്ക് മാറ്റി വെച്ചതായിരുന്നു. നാളെ ഏട്ടൻ നോക്കൊണ്ടിരുന്നു. അപ്പൊ നാളെ പപ്പ കുറച്ച് തിരക്കാണ്. എന്നാലും നാളെ കുട്ടേട്ടൻ ഇച്ചിരി തിരക്കാണ്. എനിക്ക് പോകാൻ പറ്റത്തില്ല. കുട്ടേട്ടൻ്റെ കൂടെ ഞാനും വേണം. അതുകൊണ്ട് നമുക്ക് ഇന്ന് തന്നെ പോകാൻ വലിയ മഴയും വരുന്നുണ്ട്. കുടയൊക്കെ എടുത്തിട്ടുണ്ട്. കാര്യം പറഞ്ഞാൽ പോയിട്ട് വരുമ്പോഴത്തേന് സന്ധ്യയാകും. ഉച്ച കഴിഞ്ഞ് വീട്ടിലത്തെ കാര്യങ്ങളും നമ്മുടെ പപ്പീസിന്റെ കാര്യങ്ങളും നമ്മുടെ സേറമോടെ കാര്യവും കോഴിയുടെ മൊയിലിന്റെ എല്ലാ കാര്യങ്ങളും കുട്ടേട്ടനെ ഞാൻ ഏൽപ്പിച്ചു. എന്നിട്ട് ഞാനും മാളക്കുട്ടിയും കൂടെ ഒന്ന് പോയിട്ട് വരാം. അന്നേരം മാളക്കുട്ടിക്ക് ചെറിയൊരു ചായയൊക്കെ മേടിച്ചു കൊടുത്ത് ഒന്ന് സന്തോഷിപ്പിച്ചു കൊണ്ടുവരാം. പോയിട്ട് വരാം. അയ്യോ ഇപ്പൊ ഷാള ഇടണ്ട, നമുക്ക് സിറ്റിയിൽ ചെന്നിട്ട് ഇടായിരുന്നല്ലോ. എന്നാ ഷാളില്ല, അതെങ്ങനെയാ പോകുന്നേ? വാച്ച് കയ്യില, ഷാള് കയ്യില്ല. ഇതൊക്കെ നമ്മള് പോകുന്ന വഴിക്ക് ഇടും. സിറ്റി ചെല്ലുന്നതിനിപ്പുറം നമ്മൾ ഉപ്പുറ സിറ്റി ചെല്ലുന്നതിനിപ്പുറം എല്ലാം റെഡിയാവും. തിരക്ക് കാരണം കേട്ടോ. സുന്ദരിയായ ഒരുങ്ങാൻ ഭയങ്കര താമസാ കേട്ടോ. ഞാൻ ഒരുങ്ങിയില്ല. സത്യം പറയാലോ, രാവിലെ ഞാനൊരു സ്ഥലം വരെ പോയായിരുന്നു. അന്നേരം ഒരു 7 മണിയായപ്പോഴാ പോയ രാവിലെ. അന്നേരം തൊട്ട മണ്ടേലത്തെ പൊട്ട. അന്നേരം മുഖം കഴുകിയതാ, പൗഡർ പോലും ഇട്ടിട്ടില്ല. ആ മുഖം ഞാൻ ഇതുവരെ കഴിയില്ലെന്നുള്ളതാണ് സത്യം. ഇപ്പം വീണ്ടും ഉടുപ്പെടുത്തിട്ടു പോകുന്നു. നമ്മളങ്ങനെ നോക്കുന്നൊന്നുമില്ല. ഇപ്പൊ പ്രായമൊക്കെ ആയില്ലേ, നമ്മൾ കൂടുതൽ സൗന്ദര്യം ഒന്നും നോക്കുന്നില്ല. ദൈവം തന്ന സൗന്ദര്യം കൊണ്ട് നമ്മളങ്ങ് പോവാ. മോശമാണെങ്കിലും സാരമില്ല. പ്രിയരാഗം ശ്രുതി തേങ്ങി എൻ വിളി കേൾക്കാതെ എൻ വിരലറിയാതെ നീ എന്നകലെ ഞാനോ തനിയെ ഈ മഴയിൽ ഞാൻ തനിയെ അടച്ചോ? ആണോ? നമ്മള് താമസിക്കുന്നവർക്കുണ്ട് ഒരു 4:45-5 ആവുന്നതിന് ഇവിടെ അടയ്ക്കും. അതിനിപ്പുറം വരാൻ പറ്റിയ സന്തോഷം. വണ്ടി ഇച്ചിരി സ്ലോ ആയിരുന്നു, അതുകൊണ്ട് പേടിച്ചവട്ടെ. അതെ, വണ്ടി ഭയങ്കര പയ്യായിരുന്നു കേട്ടോ വന്നോണ്ടിരുന്നത്. അപ്പൊ ഞാൻ ഇതിന്റെ അകത്തിരുന്ന് പറഞ്ഞു ഇല്ല ഞാൻ ഇറങ്ങി നടക്കുന്നതായിരുന്നു എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് വരുമായിരുന്നു കേട്ടോ. അതാണ് സമയത്ത് അടയ്ക്കുന്നതിനിപ്പുറം വരാൻ പറ്റി. നമ്മളടച്ചു. ഇനിയിപ്പം നമ്മുടെ തൊട്ട് ഫ്രണ്ടിലൊരു ബജ്ജിക്കടയുണ്ട്. അതുകൊണ്ട് ഒരു ബജ്ജിയൊക്കെ മേടിച്ച് കഴിച്ചാലോ എന്നിങ്ങനെ ഒരു ആലോചനയിൽ നിൽക്കുവാണ്. കഴിച്ചിട്ട് പോകണോ അതോ വേറെ ചായക്കടയൊക്കെയാണോ? ബജ്ജിക്കട കയറിയാ എല്ലാം ഉണ്ടല്ലോ, നമുക്ക് കഴിക്കാനുള്ള സൗകര്യങ്ങളൊന്നും അവിടെ ഇല്ല. ആണോ? നിന്ന് കഴിക്കണം അല്ലേ? നിന്ന് കഴിക്കണം. നമുക്ക് നോക്കാം, പോയിട്ട് നോക്കാം. അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു കട കയറി ചായയൊക്കെ കുടിച്ചിട്ട് ഓക്കെ. ഭയങ്കര നോയ്സ് ആയതുകൊണ്ടേ പറയുന്ന കേൾക്കല്ല, അതുകൊണ്ട് നമുക്ക് പോയി ബജ്ജി കഴിക്കാം. ആളക്കുട്ടി അന്നേരം ഒരു ലെഗിൻസ് നോക്കി നടക്കുക കേട്ടോ. ഇവിടെ പാൻറ്റിൻ്റെ സെക്ഷനാണ്. ചെറിയൊരു വെട്ടക്കുറവുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഇത് മൊത്തം പാൻറ്റുകളാണ് കേട്ടോ. ഈ ഇരിക്കുന്ന മൊത്തം ഏത് വേണ്ട എടുക്കാം. എടുത്ത് വെച്ചതായിരുന്നു, പക്ഷെ ഇച്ചിരൂടെ വ്യത്യാസമുണ്ട് തുണിയുമായിട്ടല്ലേ. തുണി ഒന്ന് മാച്ച് ചെയ്യാനായിട്ട് നോക്കുമായിരുന്നു. അല്ലെ നമുക്ക് മാച്ച് ചെയ്തില്ലെങ്കിൽ നമുക്ക് തുണിയൊന്ന് തന്നെ വെട്ടി തയ്ക്കാൻ കൊടുക്കും. അതായിരിക്കും പക്ഷേ ഒന്നും കൂടെ നല്ലത്. ഇച്ചിരി ഏറെ എടുക്കണമെന്നേ ഉള്ളൂ. അതായിരിക്കും നല്ലത്. മാച്ച് ചെയ്തില്ല അതിൽ നിന്ന് തന്നെ വെട്ടി നമുക്ക് എടുത്ത് തയ്ക്കാം. നമ്മൾ അന്നേരം ഇഷ്ടം കടയിലാണ് നിൽക്കുന്നത് കേട്ടോ. മാളക്കുട്ടി അവിടെ നിന്ന് ആൻറ്റിയോട് വർത്താനമൊക്കെ പറയുന്നുണ്ട്. ഒരു ടോപ്പ് അടിക്കാനുള്ള തുണിയൊക്കെ മുറിച്ച് മേടിച്ചു. അതിൻ്റെ ലൈനിങ്ങും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുക. മാളക്കുട്ടി നല്ലൊരു ഫ്രോക്ക് തേടിയാണ് വന്നത് കേട്ടോ. ഒറ്റ കളറിലെ ഒരു കോട്ടൻ്റെ ഫ്രോക്ക് തേടിയാണ് പുള്ളി വന്നത്. പക്ഷേ അത് തപ്പിയിട്ട് കിട്ടിയില്ല. അതുകൊണ്ട് ആകെപ്പാടെ നിരാശയിൽ നിൽക്കുവാണ്.
ഒറ്റ കളർ ഇളം കളറൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണേ. അന്നേരം അത് തപ്പിയാണ് വന്നത്, പക്ഷേ കിട്ടിയില്ല. അതുകൊണ്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട വേറൊരു കളറിലെ തുണി മുറിച്ച് മേടിച്ചു. എങ്ങനെയുണ്ട്, ഇഷ്ടമായോ? ഇഷ്ടമായി, അത്രയ്ക്ക് അങ്ങ് ബോധിച്ചില്ലല്ലേ. കൊള്ളാം. നമ്മൾ ഈ കടയുടെ അകത്ത് നിൽക്കുന്നതുകൊണ്ട് മുഖത്ത് ചെറിയൊരു വെട്ടക്കുറവ് പോലെ തോന്നുന്നുണ്ട് കേട്ടോ. അതിവിടുത്തെ ലൈറ്റിൻ്റെയൊക്കെ ആയിരിക്കാം. അന്നേരം പോകണോ? പോകാം. ഈ ആൻറ്റിയെ കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് കാണിച്ചു തരുന്നു കേട്ടോ നമ്മൾ. ഈ ആൻറ്റി എല്ലാവരും ഓർക്കുന്നുണ്ടോയെന്ന് അറിയത്തില്ല. ഓർക്കുന്നൊന്നുമില്ല. അതെ, എന്നതാ പരിപാടി? വാളക്കുട്ടിക്ക് തുണിയൊക്കെ മേടിച്ചിട്ടേ എനിക്ക് ദാഹിച്ചു കേട്ടോ. ആക്ച്വലി വെള്ളമൊക്കെ കുടിച്ചിട്ട് പോകാൻ ഒരു കടയിൽ കയറിയതാണ്. അന്നേരം വാളക്കുട്ടി പറഞ്ഞു വന്നാൽ ക്ഷീണമല്ലേ, ഒരു ചായ കുടിച്ചിട്ട് പോകാമെന്ന്. നമ്മൾ ഓരോ ചായക്കും ഓരോ പഴംപൊരിക്കും ഓർഡർ ചെയ്തു. അത് വരാനായിട്ട് നോക്കിയിരിക്കുകയാണ്. അത് കഴിച്ചിട്ട് വേണം നമ്മുടെ ബസ്സൊക്കെ കയറാൻ. സീറ്റൊക്കെ കിട്ടിയാൽ ഭാഗ്യമെന്ന് പറയാം. വൈകിട്ട് കുറച്ച് തിരക്കാം. വൈകിട്ട് കുറച്ച് തിരക്കാം. എല്ലാവരും ജോലി സമയം കഴിഞ്ഞ് പോകുന്നതല്ലേ. അതെ, അതുകൊണ്ട് സീറ്റ് കിട്ടിയാൽ ഇരുന്ന് പോകാം. ഇതിൽ നിന്ന് പാട്ടൊക്കെ കേട്ട് പോകാം. പാട്ടുള്ള ബസ്സൊക്കെ കയറുന്നത് എനിക്ക് ഇഷ്ടം കേട്ടോ. ജോലിയായിട്ടൊക്കെ പോകാമല്ലോ. അത് നേരെ. ഞങ്ങൾ ഇങ്ങോട്ട് വന്ന ബസ്സിൽ നല്ല പഴയ പാട്ടായിരുന്നു. അതായത് ഒരു 80 കാലഘട്ടങ്ങളിൽ പാട്ടൊക്കെ ആയിരുന്നു. അന്നേരം മാളും എന്നോട് ചോദിച്ചു, ഇതെന്നാ പാട്ടാ, ഇത് ആര് പാടിയതാ എന്നൊക്കെ അവൾ ചോദിച്ചു കേട്ടോ. നല്ല പാട്ടായിരുന്നു. നമ്മളെപ്പോലുള്ള പ്രായമുള്ളവർക്കൊക്കെ അങ്ങനത്തെ പാട്ടൊക്കെ വളരെ ഇഷ്ടമാണ്. ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്നാ അടിച്ചുപൊളിപ്പാട്ടൊക്കെ ഇഷ്ടമുള്ളൂ. ഇപ്പോഴത്തെ ട്രെൻഡ് അല്ലേ. അതൊക്കെയാണ് ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇഷ്ടം. അതെ അതെ. എനിക്ക് പ്രത്യേകിച്ച് മെലഡി ഗാനങ്ങളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. നല്ല ഈണത്തിൽ പാടുന്ന തമിഴ് സോങ്ങൊക്കെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പൊ അത് ചായയും പഴംപൊരിയും ഉണ്ട്, കഴിക്കുക, എന്നിട്ട് നേരെ വിടുക. കുട്ടമ്മോൻ നോക്കിയിരിക്കുന്നു. എന്നാ കൊച്ചേ, എന്നാ വാളക്കുട്ടിക്ക് ഒരു 8ന്റെ പണി കിട്ടിയിട്ടിരിക്കുക കേട്ടോ. എങ്ങനെയുണ്ട്? ഞാൻ ആ ചായ ഓർഡർ ചെയ്ത കേട്ടോ. എനിക്ക് ഇച്ചിരി സ്വല്പം മധുരം കുറച്ച് മതി. അതുകൊണ്ട് ഞാൻ 2 ചായയെന്ന് പറഞ്ഞിട്ട് സ്വല്പം മധുരം കുറച്ച് തരണമെന്ന് പറഞ്ഞു. ചേട്ടന്മാർ 2 ചായയുടെയും മധുരം കുറച്ച് കളഞ്ഞ്. മാളക്കുട്ടിക്ക് ഇപ്പം കുടിക്കാനും മേല കുടിക്കാതിരിക്കാനും മേലാത്ത അവസ്ഥയാണ്. ഞാൻ പറഞ്ഞു സാരമില്ല പയ്യെ കുടിച്ചോന്ന് പറഞ്ഞു. അതുകൊണ്ട് കൊച്ചു ബ്ലിങ്കി അടിച്ചിരിക്കും കേട്ടോ. എനിക്ക് മധുരം കുറവേണ്ട, ഞാൻ അങ്ങനെ പറഞ്ഞു. സാരമില്ല, ഇനി അമ്മ കഴിച്ചോ. മാറിയല്ലേ. യാത്ര ചെയ്യുമ്പോൾ അല്ലേ പൊതുവേ ഒരു ക്ഷീണമുണ്ട്. ബസ്സിലൊക്കെ നല്ല തിരക്കായിരുന്നു കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ചും തള്ളിയൊക്കെയാണ് വന്നത്. അതിൻ്റെ ഒരു ക്ഷീണമുണ്ട്. പിന്നെ നമ്മുടെ കട്ടപ്പന സിറ്റിയിൽ നമ്മളവിടെ നിന്ന് ഇങ്ങോട്ട് ഇഷ്ടത്തിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഉണ്ടല്ലോ, വഴിയിൽ നമ്മൾ ഒരു പോലീസുകാരൻ അങ്കിളിൽ നിന്ന് വരുന്ന വണ്ടിക്കാരെ എല്ലാം ഊതിക്കുന്നുണ്ടായിരുന്നു. ഓട്ടോയെ ബൈക്ക് അങ്ങനെയുള്ള വണ്ടികളൊക്കെ വരുമ്പം നിർത്തി ഊതിക്കുന്നുണ്ടായിരുന്നു. അന്നേരം വാളക്കുട്ടി ഇങ്ങനെ സൈഡ് പറ്റി എൻ്റെ കൂടെ വരുമായിരുന്നു. ഞാൻ ചോദിച്ചു, കൊച്ചിനെ ഊതിക്കണമെന്ന് ചോദിച്ചു. ആ പോലീസുകാരനപ്പുറം നിൽക്കുക, ഞങ്ങൾ ഇപ്പുറം വഴിയിൽ കൂടെ വരിക. അപ്പൊ അമ്മ ചോദിച്ചു, നീ ഊതുന്നുണ്ടോടി? പുള്ളി അത് കേട്ടു. പുള്ളി എന്നിട്ട് ഇതിലോട്ട് നോക്കിയിട്ട് മറ്റേ സംഭവത്തിലോട്ട് നോക്കിയിട്ട് എന്നെ നോക്കിയിട്ട് ഒറ്റ ചിരി. അപ്പം ഞാനും അമ്മയും കൂടെ കട്ടപ്പനക്കൊക്കെ പോയിട്ട് വന്നു. ഞങ്ങൾ വന്നപ്പോ ഒരു 6:30 കഴിഞ്ഞു കേട്ടോ. നല്ല ക്ഷീണവും ടയേർഡൊക്കെ ആയിട്ടാണ് വന്നത്. അപ്പം ഒന്ന് ഫ്രഷ് ഒക്കെ ആയി. നേരെ കുട്ടമ്മോൻ എന്നോട് വന്നേ ചോദിച്ചു, കൊച്ചെന്നാ ഉടുപ്പാ മേടിച്ചെന്നൊക്കെ ചോദിച്ചു. കാണാനായിട്ട് ഉള്ള ഒരു തൊരയുണ്ടായിരുന്നു കേട്ടോ, ആകാംക്ഷ. അന്നേരത്തേക്കും പിന്നെ ഞാനൊന്ന് ഓർത്തെന്നാ കാണിച്ചു കൊടുത്തേക്കാം എന്നോർത്തു. അപ്പൊ നമുക്ക് കാണാം അല്ലേ? കണ്ടോ, പൊട്ടിച്ചോ. പൊട്ടിക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്. ഏത് ഗിഫ്റ്റ് വന്നാലും പൊട്ടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇഷ്ടത്തിലാ കയറിയത്. അവിടെ ഉള്ളു ഇച്ചിരി വിലക്കുറവൊക്കെ. ഹോൾസെയിൽ കടയല്ലേ. കിളി നോക്കിയായിരുന്നോ? ചെറിയൊരു കിഴത്തൊക്കെ. ഇല്ല, ഞാൻ നോക്കിയില്ല. അത് നൈറ്റ് തുണി. അമ്മയ്ക്ക് വേണ്ടി അതൊരു നൈറ്റ് തുണി എടുത്തിട്ടേ ഞാനൊരു ടോപ്പ് അടിക്കാൻ ഓർത്തോണ്ട് എടുത്തതാണേ. ഇതല്ലേ ഇപ്പോഴത്തെ ട്രെൻഡ്. അതെ അതെ, ട്രെൻഡ് മാറി എന്നാലും
ഒരു ട്രെൻഡ് ആയിരുന്നു ഇപ്പോഴത്തെ നൈറ്റിയോ നൈറ്റിയുടെ ഈ ഡിസൈനെ. നല്ലതാ, തയ്ച്ചിടും നല്ലതായിരിക്കും. വലിയ വിലയൊന്നുമില്ല, സാധാ തുണിയാണ്. ടോപ്പ് തയ്ച്ചാലും നൈറ്റി തയ്ച്ചിരുന്നുണ്ട് അല്ലേ? അങ്ങനെ ഞാൻ എടുത്തു കൊടുത്ത അമ്മയ്ക്ക്. എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോ ഞാൻ അമ്മയ്ക്ക് തുണി എടുക്കാനായിട്ട് പോയതല്ല, എനിക്ക് ഉടുപ്പ് മേടിക്കാനായിട്ട് പോയതാ കേട്ടോ. എനിക്ക് എന്തെങ്കിലും നോക്കാന്ന് ഓർത്തോണ്ട് പോയതാ. അന്നേരത്തേക്ക് അപ്പൊ എനിക്കിത് ഇഷ്ടപ്പെട്ടു. അന്നേരം നല്ല കളറല്ലേ, നല്ല കളറാകുമ്പോൾ നൈറ്റ് തുണിയല്ല, അമ്മയ്ക്ക് നൈറ്റ് തയ്ക്കുമോ ഒരു ടോപ്പ് അടിക്കുമോ എന്തെങ്കിലും ചെയ്യാം. അമ്മ ഇത് എടുക്കുന്നു പറഞ്ഞു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ വലിയ വിലയില്ല, അതുകൊണ്ട് എന്നാ എടുത്തു. നല്ല സാധനം, അതുകൊണ്ട് അത് എടുത്തു. ഇഷ്ടപ്പെട്ടില്ലേ? ഇനി ഇതും കൂടെ നമുക്ക് വേണമെങ്കിൽ തയ്ക്കാം. നമുക്ക് അതുകൊണ്ട് ഷർട്ട് തയ്ക്കാൻ പറ്റുമോ? ഷർട്ട് വേണം തയ്ക്കാം, നിക്കർ വേണം തയ്ക്കാം, എനിക്ക് ഉടുപ്പ് വേണം തയ്ക്കാം. നിക്കറിന് ഇങ്ങനെ വരവരയുള്ളതാണ് നിക്കറിന്. അപ്പയും മോളും കൂടെ ഇരുന്ന് അപ്പൊ നമുക്ക് അടുത്ത് നോക്കാം അല്ലേ? അപ്പൊ നമുക്ക് അതേ കൊണ്ട് എന്തെങ്കിലും തയ്ക്കാം. അടുത്തത് ഇതെന്തോടും? അത് ഇത് ചുരിദാറിന്റെ ലൈനിങ് തുണി. ഇത് ലൈനിങ് തുണി കേട്ടോ. അതാണ് ചുരിദാറിന്റെ തുണി. തുണിയാണ്, ഉടുപ്പല്ല. ഉടുപ്പ് നോക്കിയപ്പോഴത്തേക്ക് ഫ്രോക്ക് ഐറ്റംസ് ഉണ്ട്. അന്നേരം അതെന്ന് പറയുമ്പം ഞാൻ ഈ ഒരു 2-3 മാസമൊക്കെ കഴിയുമ്പോ വല്ല പഠിക്കാനൊക്കെ പോയി കഴിയുമ്പോ പിന്നെ ഈ ഉടുപ്പിടിയില് ഈ ഫ്രോക്ക് ഇടിയിലൊന്നും കാണിയല്ല. അങ്ങനത്തെ ഇതൊക്കെയല്ലേ കൂടുതലും. അലക്കാനായിട്ട് എളുപ്പമുള്ളത് എന്നാന്ന് വെച്ചാ അങ്ങനത്തെ മേടിച്ചിടത്തേ ഉള്ളൂ. അന്നേരം ഈ വലിയ ഉടുപ്പൊക്കെ മേടിച്ചിട്ട് അത് ഇടയല്ല. അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോ അങ്ങനെ ആലോചിച്ചപ്പോ അമ്മയോട് ഞാൻ ചോദിച്ചു, ഞാൻ ഇതുവരെ ടോപ്പ് ഈ ചുരിദാറും പാന്റും ഇട്ടിട്ടില്ല. അന്നേരം അമ്മ എനിക്കൊരാഗ്രഹമുണ്ട്. ഇപ്പൊ ഇച്ചിരി കൂടെ വലുതായല്ലോ, കുഞ്ഞൊരു ഇത് മാറിയല്ലോ. അതെ, +2 ഒക്കെ കഴിഞ്ഞല്ലോ. അന്നേരത്തേക്കും നേരത്തെ ആണേലും ഞാൻ അമ്മയോട് അമ്മ എനിക്ക് ചുരിദാർ തയ്ച്ചു തരുമോന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അമ്മ പറയും, ഇല്ല ഈ ചുരിദാർ ഇടാനുള്ള പ്രായമൊന്നും ആയില്ല, കുഞ്ഞാന്ന് പറയായിരുന്നു. അപ്പൊ പാവാട ഉടുപ്പൊക്കെ ഇട്ടോണ്ട് നടക്കുമായിരുന്നു. അപ്പൊ ഇപ്പൊ അമ്മ എന്നോട് പറഞ്ഞു, എന്നാ കൊച്ചിന്റെ ആഗ്രഹമല്ലേ, കൊച്ചി ഇഷ്ടമുള്ള കളർ നോക്കി മേടിച്ചോ. അപ്പം അവിടെ ഞാൻ നോക്കിയിട്ട് ഈ ഒരു കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു. വലിയ സെലക്ഷൻ ഒന്നും ഇല്ലായിരുന്നു. അപ്പം നമ്മള് വിചാരിച്ച കളർ കിട്ടിയില്ല. എന്നാലും ഇത് നല്ലൊരു തുണി, നല്ല കളറാണ്, ഷെയ്ഡാന്ന് തോന്നി. അതുകൊണ്ട് ഇതങ്ങ് എടുത്തു കേട്ടോ. അങ്ങനെ എടുത്തോണ്ടിങ്ങ പോന്നു. എന്റെ കളറിന് നല്ലോണം ചേരും ഇല്ലേ? എല്ലാ കളറും ചേരും. എന്റെ കളറിന് നല്ലൊരു കളറാട്ടോ. ചേരുന്നോണ്ട് ആ ആന്റിയും പറഞ്ഞു, കട നിന്ന് ആന്റി പറഞ്ഞു എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ എടുത്തു. ഇനി ഇത് തയ്ക്കാൻ കൊടുക്കണം. ഇപ്പൊ എല്ലാരും ഓർക്കും എന്റെ കുട്ടമ്മോനെ മാത്രം ഒന്നും മേടിച്ചില്ല, അമ്മയ്ക്ക് നൈറ്റ് തുണിയായി, എനിക്കിപ്പോ ഇതായി എന്ന്. കുട്ടമ്മോൻ ഇനിയിപ്പോ വിഷു ഒക്കെ വരുവാണ്, പിന്നെ ഇവരുടെ വെഡിങ് ആനിവേഴ്സറി വരുവാണ് ഈ ഏപ്രിൽ 13-ാം തീയതി. അന്നേരം എന്റെ കുട്ടമ്മോന് ഞാൻ എന്തെങ്കിലും മേടിച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ 29-ാം തീയതി എന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അത് മറന്നു പോയരുത്. ചില ഓർത്തിരിക്കുന്ന കുറച്ച് പേരൊക്കെ ഉണ്ട്. അൻപെന്ന് പറയുന്ന ഒരു ആന്റിയൊക്കെ ഉണ്ട് എന്റെ ബർത്ത്ഡേ ഒക്കെ വിഷ് ചെയ്ത്. മേരി ആന്റി, അങ്ങനെ കുറെ പേരുണ്ട്. അതെ, രശ്മി ആന്റി, എല്ലാരും ഉണ്ട്. അപ്പം 29-ാം തീയതി എന്റെ ബർത്ത്ഡേ, 13-ാം തീയതി ഇവരുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. അതിന് മറക്കല്ലേ. അപ്പൊ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് 30 വർഷം ഇതാന്ന് പറയുന്ന പോലെ അങ്ങ് പടപടന്ന് പോയിപ്പോയി. അതെ അല്ലേ? അതെ അതെ. ഒരു പെസഹ വ്യാഴാഴ്ച നമ്മുടെ കല്യാണ ദിവസം അല്ലേ? അതെ. പിറ്റേന്ന് ഒരു ദിവസം ഇതായിരുന്നു, വിഷുവായിരുന്നു. ശനിയാഴ്ച വിഷുവായിരുന്നു. അതെ അല്ലേ? പെസഹയുടെ അന്ന് കല്യാണം, പിറ്റേ ദിവസം ദുഃഖവെള്ളി, പിന്നെ ദുഃഖശനി, പിന്നെ ഞായറാഴ്ച വിഷു വന്നു. ഞായറാഴ്ചയായിരുന്നു. അപ്പം അങ്ങനെ നമ്മളെ 30-ാമത്തെ വാർഷികം, ചിലരൊക്കെ 25-ാമത്തെ വാർഷികമൊക്കെ ഭയങ്കരമായിട്ടൊക്കെ വെക്കുന്നതാണ്. 25-ാമത്തെ 20-ാമത്തെ അങ്ങനെയൊക്കെ വെക്കുന്നതാണ്. അപ്പൊ നമുക്ക് 30-ാമത്തെ വാർഷികം ഇച്ചിരി അടിപൊളിയാക്കണം എന്നെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്. എന്റെ മനസ്സിലും ഉണ്ട് കേട്ടോ, ആഗ്രഹമുണ്ട്. നല്ലതായിട്ടൊന്ന് ആഘോഷിക്കണമെന്നുണ്ട്. പിന്നെ പൊന്നും ശ്രീകുട്ടനും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് എങ്ങനെയൊക്കെ ആകും എന്നറിയത്തില്ല. എന്നാലും അത്യാവശ്യം നമ്മുടെ ഈ ചുറ്റുവട്ടത്തുള്ള ദൂരെയുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ ഒഴിവാക്കുക. അതൊക്കെ ഭാരിച്ച ചെലവുകൾ, അവർക്ക് വരണമെങ്കിൽ ചെലവ്, അതൊക്കെ ഭയങ്കര ഭാരിച്ച കാര്യങ്ങളാണ്. ഒത്തിരി വലിയൊരു ഇതായിട്ടല്ല, ചെറിയതായിട്ടൊന്ന് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. മനസ്സിലൊരു ആഗ്രഹമുണ്ട്.
കാരണം 30 വർഷത്തെ ജീവിതം എന്ന് പറയുമ്പോഴേ കുറെ കാര്യങ്ങളെല്ലാം പറയാനും കുറെ കാര്യങ്ങളെല്ലാം പ്രവർത്തിക്കാനും രണ്ടുപേർക്കും കൂടെ ഒരുമിച്ച് ഇത്രയും കാലം ജീവിക്കാനായിട്ട് ദൈവം ആയുസ് തന്നില്ലേ? അത് ദൈവത്തോട് നന്ദി പറയുന്നു. അപ്പൊ അപ്പോൾ വരും തലമുറയോട് ഈ 30 വർഷം നമ്മൾ വിവാഹം കഴിച്ച് 3 മക്കളെ ഒക്കെ ജന്മം നൽകി നമ്മൾ ജീവിച്ച ആ ഒരു കാലഘട്ടത്തെ പറ്റി ഒരു വിവരണം നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ ചെയ്യാം. അതായത് നമ്മുടെ ഇത് വെഡിങ് ആനിവേഴ്സറി കഴിഞ്ഞ് നമുക്ക് ചെയ്യാം കേട്ടോ. വേറെ ഒരു ലൈഫ് സ്റ്റൈൽ രീതി എങ്ങനെയായിരുന്നു പഴയ ആ ജീവിതം, നമ്മുടെ ജീവിത ശൈലി വന്ന ആ തുടക്കം മുതൽ ഇപ്പൊ എൻഡിങ് വരെ. എൻഡിങ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു 3 വർഷമായിട്ട് നമ്മുടെ ജീവിത രീതികൾ എല്ലാവർക്കും അറിയാം, എല്ലാം അറിയാം. അപ്പൊ അതിനു മുമ്പുള്ള കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് പുതിയ തലമുറയോട് പറയാനുണ്ട്. കഷ്ടപ്പാട്, ത്യാഗം, സഹനം, കണ്ണുനീര്, സന്തോഷങ്ങള്, അല്ലേ? അപ്പൊ എല്ലാം ഉണ്ട്. ഒരു മനുഷ്യ ജീവിതത്തില് എത്ര സമ്പന്നനാണേലും എത്ര ദരിദ്രനാണേലും അവർക്ക് എല്ലാവർക്കും ദുഃഖങ്ങളും ദുരിതങ്ങളും സന്തോഷങ്ങളും എല്ലാം ഉള്ള ഒരു കാലഘട്ടം ഉണ്ട്. അത് ദൈവം കൊടുക്കും, മാറി മാറി കൊടുക്കും. അല്ല, ഏത് ദരിദ്രനും ഒരു നല്ല സമയമുണ്ട്, നല്ല സമയമുണ്ട്. അത് വിനിയോഗിക്കണമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ കുറെ കാലഘട്ടങ്ങൾ നമ്മൾ കടന്നു പോകുന്നു. 30 വർഷമായി. എന്നെ കണ്ടാ പറയല്ലേ 30? ഇല്ല കണ്ടാ പറയത്തൊന്നുമില്ല. പപ്പ ചുള്ളനാ. ഞാൻ പറഞ്ഞല്ലോ ചുള്ളനാന്ന്. പിന്നെ കൊച്ചൊരു പുച്ച വിട്ടിട്ടിരിക്കും. കൊച്ചു പുച്ച വിട്ടാലും എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ചുള്ളനാന്ന്. പപ്പ ചുള്ളനാണ്. അത്യാവശ്യം പെൺപിള്ളേരൊക്കെ നോക്കുന്നുണ്ട്. ഇനി പപ്പ അത്യാവശ്യം അങ്ങോട്ട് പെൺപിള്ളേരെയൊക്കെ നോക്കിയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഒരു സന്തോഷമായിട്ട് നമുക്കൊരു ജന്മമല്ലേ ഉള്ളൂ. അത് ഹാപ്പി ആയിട്ട് തന്നെ പോകട്ടെ. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ അടിപൊളി വീഡിയോ എത്ര ഉള്ളായിരുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ തന്നെ ബെൽ ബട്ടൺ അടിച്ചു.